ഇതിൻ്റെ ലുക്കൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഉഴുന്നുവടയാണെന്ന്. പക്ഷേ ഇത് ഉഴുന്നുവടയല്ല, ഇത് ഞാൻ ഈ പഴം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഉണ്ടാക്കാനായിട്ട് 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതൊന്ന് പുഴുങ്ങിയിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 3-4 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് അപ്പക്കാരവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഏലക്കായ്പ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ഗ്ലാസിൻ്റെ പകുതിയോളം നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്കൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗോതമ്പ് പൊടി ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ ആക്കിയിട്ട് ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് വടയുടെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. പിന്നെ ഇത് ആദ്യമേ എല്ലാം കൂടി ഒന്ന് ഷേപ്പാക്കി എടുത്താൽ വെക്കുന്ന പാത്രത്തിൻ്റെ അടിയിൽ പറ്റിപ്പിടിക്കും. അതുകൊണ്ട് കുറച്ച് ഗോതമ്പ് പൊടി വിതറി കൊടുത്തിട്ടാണ് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത്. ഇനി ഇത് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പം എൻ്റെ മനസ്സിൽ മുഴുവൻ ഉണ്ടായത് സ്കൂളിൽ ഈവനിങ് ക്ലാസ് ഒക്കെ ഉള്ള ടൈമിൽ നമുക്ക് വൈകുന്നേരം ആകുമ്പം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടും. ആദ്യം ഇതിൻ്റെ ലുക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഉഴുന്നുവടയായിരിക്കുന്നു. പക്ഷെ കഴിച്ചപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവം മനസ്സിലായത്. ആദ്യമൊക്കെ ഉഴുന്നുവട തന്നെയാണ് കിട്ടിക്കൊണ്ടുണ്ടായത്. പിന്നെയാണ് ഈ ഒരു സംഭവത്തിലോട്ട് മാറിയത്. അതൊക്കെ ഒരു കാലം. പക്ഷെ ആ ചേച്ചി ഉണ്ടാക്കുന്നൊരു ടേസ്റ്റ് അത് വേറെ തന്നെയാണ് കേട്ടോ. ഇതൊക്കും മേലെയാണ് അതിൻ്റെ ടേസ്റ്റ്. ഇത് അതിൻ്റെ അത്ര ഇല്ലെങ്കിലും സംഭവം കൊള്ളാം. അത്രക്ക് അങ്ങോട്ട് ഹൈപ്പ് കൊടുക്കാനില്ല, എന്നാൽ കഴിക്കാൻ നല്ല രസമൊക്കെ ഉണ്ട്. പിന്നെ ബനാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഇതിൻ്റെ കൂടെ ചൂട് ചായയും കൂടി ഉണ്ടെങ്കിൽ സംഭവം സെറ്റ്.